ഹായ്, എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മറവി എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണെന്നുള്ളൊരു ഇതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികളായാലും പഠിച്ചിട്ട് പെട്ടെന്ന് മറന്നു പോകും, മനസ്സിലായില്ലേ? നമ്മൾ എത്ര പഠിച്ചാലും കുട്ടികൾ മറന്നു പോകും. 10 മിനിറ്റ് കഴിഞ്ഞാലും 15 മിനിറ്റ് കഴിഞ്ഞാലും നമ്മൾ ചോദിച്ചാലും ഇത് മറന്നു പോകും. അതെന്തുകൊണ്ടാണെന്നുള്ള കാരണങ്ങളാണ് പറയുന്നത്. അപ്പം മൊത്തത്തിൽ മൂന്ന് പോയിൻ്റാണ് അതിൽ ഉള്ളത്. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധക്കുറവ്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആ പഠനത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യും. അതിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ വായിക്കുന്നതായാലും നമ്മുടെ തലയിൽ കയറത്തുള്ളൂ. അല്ലാതെ നമ്മൾ വായിക്കുമ്പോൾ വേറെ ശ്രദ്ധയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധ പോവും, ഇവിടെ ശ്രദ്ധ പോവും. ഇവിടെ പകുതി കേൾക്കും, അവിടെ പകുതി കേൾക്കും, മൊത്തം ഫുള്ള് കേൾക്കില്ല. അപ്പം നമ്മൾ ശ്രദ്ധക്കുറവ് നല്ലോണം നമ്മൾ നോക്കണം. പിള്ളേരെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മളൊരു നിശബ്ദതയുള്ള സ്ഥലത്ത് മാത്രമേ പോയി പിള്ളേരെ പഠിപ്പിക്കാം. ഒന്നീ ഒരു റൂമിൽ, ഒരു കൊച്ചിൻ്റെ റൂമിലോ അല്ലെങ്കിൽ കുട്ടിയുടെ റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ ഒരു ഏരിയയിൽ അധികം ബഹളവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ, വീട്ടിലെ ഒച്ചകൾ കാര്യങ്ങളൊന്നും വരാതെ അവിടെ ഇരുന്ന് വേണം പിള്ളേരെ പഠിപ്പിക്കാൻ. ഓക്കെ. രണ്ടാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുക. നമ്മളെപ്പോലുള്ളവരൊക്കെ അറിയാമല്ലോ, ഒരിക്കലും അടങ്ങി ഒതുങ്ങിയിരിക്കത്തില്ല പിള്ളേരുകൾ, അല്ലേ? പിള്ളേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും, അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും, തലയിട്ടാട്ടും, വേണമെങ്കിൽ ചോറ് ചെയ്യും, അല്ലെങ്കിൽ എടുത്തിട്ട് അങ്ങോട്ട് കാല് നീട്ടിയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു ശ്രദ്ധക്കുറവും കാര്യങ്ങളും, അടങ്ങി ഒതുക്കിയിരിക്കാത്തതും പഠിക്കാത്തതും പഠിക്കാൻ ഇഷ്ടമില്ലാത്തതും അതിനുള്ള ഇതാണ് മൊത്തത്തിലൊരു ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പിള്ളേരെ നിർത്തുക. പിള്ളേർക്ക് കളിക്കേണ്ട സമയത്ത് കളിക്കാൻ വിടുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ വിടുക. ഓക്കെ. അപ്പോൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുക, രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ. പിന്നെ മൂന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് നമ്മൾ വഴക്ക് പറയാൻ പാടില്ല. വഴക്ക് പറഞ്ഞ് അവരെ കൊണ്ട് ശാഠ്യം പിടിച്ച് പഠിപ്പിക്കാൻ പാടില്ല. സ്നേഹത്തോടെ തലോടലോടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വേണം എടുക്കുക. അല്ലാതെ എന്തെങ്കിലും പഠിച്ചില്ലെങ്കിൽ അവനെ അടിക്കുക, അവനോട് പണിഷ്മെൻറ്റ് കൊടുക്കുക, നിനക്ക് ചോറ് തരത്തില്ല, നിനക്ക് ബിസ്ക്കറ്റ് തരത്തില്ല, നിനക്ക് പാപ്പം തരത്തില്ല, അപ്പം തരത്തില്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അപ്പോൾ പിള്ളേർക്ക് വാശി കൂടത്തേ ഉള്ളൂ. അപ്പം പിള്ളേരെ കൊണ്ട് പറയാം, നിനക്ക് ഞാൻ ഇത് തരാം, ഉണ്ടാക്കിത്തരാം, മോനിത് പഠിക്കും, മോന് ഞാൻ കുറുക്കുണ്ടാക്കി തരാം, അല്ലെങ്കിൽ ഹോർലിക്സ് ഉണ്ടാക്കി തരാം, അല്ല ഇടിയപ്പം ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കി തരാം, അലുവ ഉണ്ടാക്കി തരാം. അങ്ങനെ പിള്ളേരുടെ അടുത്ത് പറയുമ്പോൾ പിള്ളേരത് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യും. അല്ലാതെ പിള്ളേരുടെ അടുത്ത് പഠിച്ചില്ലെങ്കിൽ നിനക്കൊന്നും തരത്തില്ല എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ മനസ്സിൽ വാശിയാണ് കയറുന്നത്. പിള്ളേർ പഠിക്കത്തുമില്ല, വാശി കൂടുകയും ചെയ്യും, പിന്നെ ഒരിക്കലും പിള്ളേർ പഠിക്കില്ല. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം പരമാവധി നമ്മൾ പിള്ളേരെ മയത്തിൽ നമ്മൾ സംസാരിച്ച് പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ അത് ഭാവിയിലും അതിന് ഗുണം ചെയ്യും. അല്ലാതെ നമ്മൾ ശാഠ്യം പിടിച്ച് അടിച്ച് പിഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് അവർ ഒരു വകയും പഠിക്കത്തില്ല. ഓക്കെ. പിന്നെ നമുക്ക് പിള്ളേർക്ക് ഉള്ള ഫുഡ് ഐറ്റങ്ങൾ, പിന്നെ ജോക്കിങ് അല്ലെങ്കിൽ എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് കൊടുക്കണം. ഓക്കെ. അല്ലാതെ എല്ലാം പഠിത്തത്തിൽ പോകരുത്. പകുതി പഠിത്തവും പകുതി അവരുടെ ആരോഗ്യങ്ങൾ, അവരുടെ ഫുഡുകൾ, കാര്യങ്ങളെല്ലാം കൊടുക്കണം. പിന്നെ അവർ പഠിക്കുന്ന കാര്യങ്ങൾ അവരുടെ എല്ലാം കോൺസെൻട്രേഷൻ ആ പഠനത്തിലായിരിക്കണം. വേറൊരു രീതിയിലോ വേറൊരു അടുത്തോ പോകാനോ അല്ലെങ്കിൽ ടി വി കാണാനോ ആ ശ്രദ്ധ അങ്ങോട്ട് പോകാനോ ഒന്നും പാടില്ല. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അപ്പുറത്തുനിന്നൊരു സൗണ്ട് ഇപ്പുറത്ത് വരാൻ പാടില്ല. അതായാലും ടി വിയുടെ ആയാലും പാട്ടായാലും ഒരു സൗണ്ടും ഇവിടെ വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിള്ളേരുടെ ശ്രദ്ധ അങ്ങോട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. അങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാൻ വല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ ഓൾറെഡി വീടുകളിൽ കാണുന്നുണ്ട്. ഇപ്പുറത്ത് സീരിയൽ കാണുമ്പോൾ അപ്പുറത്തിരുന്ന് പഠിക്കും, ആ ശ്രദ്ധ സീരിയലിലോട്ട് വരും, അപ്പോൾ പഠിക്കില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. കുട്ടികളെ പഠിപ്പിക്കാനുള്ള ചെറിയ ചെറിയ പോയിന്റുകളാണ് ഇതെല്ലാം. ഓക്കെ. അപ്പം എല്ലാവരും ഇത് ഫോളോ അപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ. എല്ലാവർക്കും ഈ യൂട്യൂബ് ഈ ടോപ്പിക്ക് എല്ലാവർക്കും പ്രയോജനമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി അടുത്ത ടോപ്പിക്കിൽ കാണാം. ഓക്കെ, താങ്ക് യു.